വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. വരാനിരിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD ഇറിഗേഷൻ എക്സാംസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഇന്നത്തെ സെക്ഷനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എങ്ങനെയാണ് ആ സബ്ജക്റ്റ് എന്ന്. അത്യാവശ്യം വാസ്റ്റ് ആണ്. സിമ്പിളായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അത്യാവശ്യം ഒരുപാട് തന്നെ നമുക്ക് ഫോർമുലാസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. So first question, match list 1, a range of particle size with the list 2 types of soil and select the correct answer using the codes given below the list. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുക, ടേബിളിൽ തന്നിരിക്കുന്നത് ഫസ്റ്റ് ലിസ്റ്റ് 1ൽ തന്നിരിക്കുന്നത് പാർട്ടിക്കിൾ സൈസിന്റെ റേഞ്ച് ആണ്. രണ്ടാമത്തെ ടേബിളിൽ തന്നിരിക്കുന്നത് ഏത് ടൈപ്പ് സോയിൽ എന്നാണ്. ഈ സൈസ് റിലേറ്റ് ചെയ്തിട്ട് മിക്കവാറും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെ സൈസ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കിക്കേ, ലെസ് ദാൻ 0.002 mm എന്ന് പറഞ്ഞാൽ അത് എന്താ മീൻ ചെയ്യുന്നത്? 2 മൈക്രോൺ എന്നല്ലേ. അപ്പോൾ 2 മൈക്രോണിനേക്കാളും കുറവ് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? എന്തായാലും അറിയാവുന്നതാണ്, എന്തായിരിക്കും? ക്ലേ ആണ്. 2 മൈക്രോണിനേക്കാളും കുറവെന്ന് പറയുന്നത് ക്ലേ ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇത് 5 ആണ് നമുക്ക് കിട്ടി. ഓക്കെ, 5 ഫസ്റ്റ് വരുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ കിടക്കുന്നത്, സിയും ഡിയും. അടുത്ത നോക്കാം, 0.075 mm to 0.002 mm. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സിൽറ്റ് ആണ് വരുന്നത്. സിൽറ്റ് എത്രാമതാ കിടക്കുന്നത്? 4. ദെൻ 80 mm to 4.75 mm. 80 mm to 4.75 mm എന്ന് പറയുന്നത് ഗ്രാവലിന്റെ സൈസ് ആണ്. സോ 1. ഇപ്പൊ തന്നെ ഏകദേശം നമുക്ക് ഐഡിയ കിട്ടി. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 5412. അടുത്തതോടെ നോക്കാം, 4.75 mm to 0.075 mm എന്താണ് വരുന്നത്? സാൻഡ് ആണ്. ഓക്കെ, അപ്പം സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ നമുക്ക് തെറ്റിക്കാൻ സാധ്യത കൂടുതലുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിലുള്ള എല്ലാ സൈസും നിങ്ങൾ പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the correct increasing order of the surface area of the given soil is options: silt, sand, colloids, clay, sand, silt, colloids, clay, sand, silt, clay, colloids, clay, silt, sand, colloids. ഇതിൽ ഒരു കാര്യം മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, പാർട്ടിക്കിൾ സൈസ് കൂടുന്ന അനുസരിച്ച് സർഫസ് ഏരിയ കുറയും. അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പാർട്ടിക്കിളിന്റെ സൈസ് എന്ന് പറയുന്നത് സർഫസ് ഏരിയയുമായിട്ട് ഇൻവേഴ്സ്ലി റിലേഷൻ ആണ് വരുന്നത്. ഇൻവേഴ്സ്ലി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? പാർട്ടിക്കിൾ സൈസ് കൂടുമ്പോൾ സർഫസ് ഏരിയ കുറയും. ഇവിടെ നോക്കുമ്പോൾ പാർട്ടിക്കിൾ സൈസ് കൂടുതലുള്ളത് ആർക്കാണ്? സാൻഡിനാണ്. അപ്പൊ സാൻഡിന്റെ ആയിരിക്കില്ലേ ഏറ്റവും ലീസ്റ്റ് സർഫസ് ഏരിയ? അപ്പൊ സാൻഡ്. അതിനുശേഷം വരുന്ന സിൽറ്റ്, ദെൻ ക്ലേ, കൊളോയിഡ്സ്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇതെല്ലാം പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, consider the following statement in the context of aeolian soil. Aeolian soilന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. The soil has low density and low compressibility. The soil is deposited by wind. The soil has large permeability. Which of these statements are correct? ഈ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ് എയോളിയൻ സോയിൽ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മുടെ സോയിൽ ഫോം ചെയ്യുന്ന സമയത്ത് സോയിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. വെതറിംഗ് പ്രോസസ്സും ഡീകമ്പോസിഷൻ, ഈ രണ്ട് പ്രോസസ്സിലൂടെയാണ് നമ്മുടെ സോയിൽസ് ഫോം ചെയ്യുന്നത്. ഇതിൽ തന്നെ എയോളിയൻ സോയിൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ ഒരു വിൻഡിന്റെ ട്രാൻസ്പോർട്ടേഷൻ, നമ്മുടെ സോയിൽ ട്രാൻസ്പോർട്ടഡ് ബൈ വിൻഡ് ആണെന്നെങ്കിൽ അതിനാണ് എന്ത് ചെയ്യുന്നത്? എയോളിയൻ സോയിൽ എന്ന് നമ്മൾക്ക് പറയുന്നത്. അപ്പൊ വിൻഡിന്റെ ബേസിസിലാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്, സോയിലിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എയോളിയൻ സോയിൽ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ആ പോയിന്റ് അല്ലേ രണ്ടാമത് തന്നിരിക്കുന്നത്? ദ സോയിൽ ഈസ് ഡെപ്പോസിറ്റഡ് ബൈ വിൻഡ്. ഓക്കെ, അത് ട്രാൻസ്പോർട്ട് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാര്യമാണ് രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ദ സോയിൽ ഈസ് ഡെപ്പോസിറ്റഡ് ബൈ വിൻഡ്. അതുപോലെ തന്നെ അടുത്ത് ഈ ഒരു എയോളിയൻ സോയിൽ എന്ന് പറഞ്ഞാൽ ലാർജ് പെർമബിലിറ്റി ഉള്ള സോയിലാണ്. ഓക്കെ, ലാർജ് പെർമബിലിറ്റി ഉള്ള സോയിലാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ബി ആണ്, 2 and 3. The soil is deposited by wind. The soil has large permeability. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The collapsible soil is associated with. കൊളാപ്സിബിൾ സോയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ലോയിസ് ആണ് വരുന്നത്.
ലോയിസും സാൻഡൂൺസ് ഒക്കെ നമ്മുടെ എയോളിയൻ, നമ്മളിപ്പോൾ പറഞ്ഞ എയോളിയൻ സോയിലിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്, അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ലോയിസിൽ ആണ് നമ്മൾ എന്ത് പറയുന്നത്, കൊളാപ്സിബിൾ സോയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Bentonite is a material obtained due to the weathering of limestone, quartzite, volcanic ash, shale. Bentonite എന്ന് പറഞ്ഞാൽ അതൊരു വോൾക്കാനിക് ആഷ് ആണ്. അതും ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. For a sandy soil with the soil grains spherical in shape and uniform in size, what is the theoretical void ratio? 0.61, 0.71, 0.91, 0.81. ഇതൊരു പ്രോബ്ലം ആയിട്ടും ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ക്യൂബിക്കൽ അല്ലെങ്കിൽ സ്പെറിക്കൽ യൂണിഫോം ഷേപ്പ് വന്നാൽ എങ്ങനെയെന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരുന്നാലും മതി. ഇപ്പം ഞാൻ എന്തായാലും രണ്ട് രീതിയിലും പറയാം. നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 0.91 ആണ്. നോർമലി ക്യൂബിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ, ക്യൂബിക്കൽ എന്ന് പറയുമ്പോൾ ഈ മാക്സിമം വോയിഡ് റേഷ്യോ മാക്സിമം ആണ് വരുന്നത്, 0.91 ആണ് വരുന്നത്. ഓക്കെ, ക്യൂബിക്കൽ പറഞ്ഞാൽ 0.91ഉം അതുപോലെ നമ്മുടെ ഡയഗണൽ ആണ് എങ്കിൽ ഇത് ഈ മാക്സിമം ആണ്. ക്യൂബിക്കൽ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ മിനിമം ആണ് വരുന്നത് 0.35. അപ്പോൾ ക്യൂബിക്കൽ 0.91ഉം ഡയഗണൽ എന്ന് പറയുമ്പോൾ 0.35 ആണ് വരുന്നത്. ഇനി ഇതെങ്ങനെ പ്രോബ്ലത്തിലൂടെ നമുക്ക് കിട്ടും എന്ന് നോക്കാം. സോ പ്രോബ്ലത്തിൽ വരുന്ന സമയത്ത് വോയിഡ് റേഷ്യോയുടെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാലോ വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്, void ratio is equal to volume of void by volume of solid. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന നോക്കിക്കേ, ഷേപ്പ് ഏതാണ്, സ്പെറിക്കൽ ഇൻ ഷേപ്പ്, യൂണിഫോം ഇൻ സൈസ് ആണ്. അപ്പോൾ ഇതിന്റെ വോളിയം ഓഫ് സോളിഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പൈ ഡി ക്യൂബ് ബൈ 6 ആണ് ഇക്വേഷൻ. എന്താണ് പൈ ഡി ക്യൂബ് ബൈ 6? അറിയാന്നുള്ളവർ ചെയ്യാം. വോളിയം ഓഫ് സോളിഡ്സ് എന്ന് പറയുമ്പോൾ പൈ ഡി ക്യൂബ് ബൈ 6 ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ആണ്. വോളിയം ഓഫ് വോയിഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ എങ്ങനെ എഴുതും നമ്മൾ, ഡി ക്യൂബ് മൈനസ് പൈ ഡി ക്യൂബ് ബൈ 6 ഡിവൈഡഡ് ബൈ പൈ ഡി ക്യൂബ് ബൈ 6. ഇനി എന്ത് ചെയ്താൽ മതി, കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് എങ്ങനെയായിരിക്കും ആൻസർ കിട്ടുന്നത്, 0.91. ഇതിൽ പൈയുടെ വാല്യൂ കൊടുക്കണം. പൈയുടെ വാല്യൂ 3.14 വെച്ച് കൊടുക്കുന്ന സമയത്താണ് നമുക്ക് 0.91ന്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പഠിച്ചു വെക്കേണ്ട കാര്യം, ക്യൂബിക്കൽ ചോദിച്ചാൽ 0.91 എഴുതുക. അതുപോലെ തന്നെ അത് ഈ മാക്സിമം ആണ്, വോയിഡ് റേഷ്യോ മാക്സിമം ആണ്. ഡയഗണൽ ആണെങ്കിൽ ഈ മിനിമം ആണ്, 0.35 ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു പ്രോബ്ലം ആണ്. A clay sample has a void ratio 0.54 in dry state. The specific gravity of soil solid is 2.7. What is the shrinkage limit of the soil? Shrinkage limit ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നോക്കിയേ, ക്ലേ സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. വോയിഡ് റേഷ്യോ 0.54 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ആണ് വോയിഡ് റേഷ്യോ. സോ അതാണ് എത്ര എന്ന് പറഞ്ഞിരിക്കുന്നത്, 0.54 എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ സോളിഡ്സ് 2.7 ആണ്. അപ്പൊ നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ജി എന്ന് പറയുന്നത് 2.7 ആണെന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ശ്രിങ്കേജ് ലിമിറ്റ് ഓഫ് ദ സോയിൽ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. അവർ ചോദിച്ചിരിക്കുന്നത് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനാണ്. ശ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ അറിയാം, ശ്രിങ്കേജ് ലിമിറ്റ് ആകുമ്പോൾ നമ്മുടെ അവിടുത്തെ സാച്ചുറേഷൻ എന്ന് പറയുന്നത് 1 ആണ്, അല്ലെങ്കിൽ പെർസെൻറ്റേജിൽ 100 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്, ഇ എസ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ജി. ഇതിൽ ഡബ്ല്യു ആണ് കണ്ടുപിടിക്കേണ്ടത്, ഇ എസ് ബൈ ജി. ഈ ഇക്വേഷനിൽ നമുക്ക് ചെയ്താൽ എന്ത് കിട്ടും, ഡയറക്റ്റ് ആൻസർ കിട്ടും. ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഓക്കെ, അപ്പൊ ഇ എന്ന് പറയുന്നത് 0.54 ആണ്. എസ് സാച്ചുറേഷൻ 1 2.7. നമുക്ക് ആൻസർ വരുന്നത് 20% എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് 20%. ഒരുപാട് തവണ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ്, സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പ്രോബ്ലം നന്നായിട്ട് അറിഞ്ഞിരിക്കുക. അത് സിമ്പിൾ റിലേഷൻ ആണ്. ഇ എസ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ജി. ഇ വോയിഡ് റേഷ്യോ ആണ്, എസ് സാച്ചുറേഷൻ ആണ്, ഡബ്ല്യു വാട്ടർ കണ്ടന്റ്, ജി സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 8th question. Maths list 1. Unit test with a list to purpose and select the correct answer using the codes given below the list. അപ്പോൾ ഫസ്റ്റത്തേൽ തന്നിരിക്കുന്നത് ടെസ്റ്റ് ആണ്, രണ്ടാമത്തേൽ ആ ടെസ്റ്റിന്റെ പേർപ്പസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലൊന്ന് നോക്കാം. ഫസ്റ്റ് കാസഗ്രാൻഡ് ആപ്പാരറ്റസ്
എന്താണ് കാസഗ്രാൻഡ് അപ്പാരറ്റസ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കാസഗ്രാൻഡ് അപ്പാരറ്റസ് നമുക്കറിയാം ലിക്വിഡ് ലിമിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? ഡിറ്റർമിനേഷൻ ഓഫ് കൺസിസ്റ്റൻസി ലിമിറ്റ് എന്ന് എഴുതാം. അപ്പോൾ ഞാൻ ആദ്യത്തേത് എനിക്ക് കിട്ടി, ഏതാണ്? 3 ആണ് വരുന്നത്. ആദ്യത്തേത് എനിക്ക് കിട്ടി 3 ആണ് വരുന്നത്. അതുപോലെ ഹൈഡ്രോമീറ്റർ. അപ്പോൾ ഹൈഡ്രോമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ കറക്റ്റ് ഹൈഡ്രോമീറ്ററിന്റെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഡയറക്റ്റ് തന്നിട്ടില്ല, എങ്കിലും ഉണ്ട് ഡിറ്റർമിനേഷൻ ഓഫ് ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ. ഹൈഡ്രോമീറ്റർ ഡിറ്റർമിനേഷൻ ഓഫ് ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ അത് അടുത്തത് 1 ആണ്. അടുത്തത് 1 ആണ്. ഓക്കെ, ഡിറ്റർമിനേഷൻ ഓഫ് ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ. അടുത്തത് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്. പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ഡിറ്റർമിനേഷൻ ഓഫ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ 4. ഇത് വരുന്ന ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കേ. 3, 1, 4. നമുക്കിപ്പോൾ തന്നെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. എങ്കിലും ഓഡോമീറ്റർ കൂടെ നോക്കാം. ഓഡോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കി നമുക്ക് എന്ത് മാത്രമേ ഇവിടെ എടുക്കാനുള്ളൂ? കൺസോളിഡേഷൻ ക്യാരക്ടർ ആണ്. സോ 2. അപ്പോൾ നമുക്ക് ആൻസർ ഏതാണ് വരുന്നത്? 3, 1, 4, 2. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 8 ഡി ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The plasticity index and the percentage of grain size finer than 2 microns of a clay sample are 25 and 15 respectively. Its activity ratio is. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ആക്ടിവിറ്റി റേഷ്യോ ആണ്. അപ്പോൾ ഈ ആക്ടിവിറ്റി റേഷ്യോയുടെ ഇക്വേഷൻ അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറയുന്നത് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിൻ്റെയും പെർസെൻറ്റേജ് ക്ലേ പാർട്ടിക്കിൾസിൻ്റെയും റേഷ്യോ എടുത്താൽ മതി. അപ്പോൾ ഇതിൽ രണ്ടും തന്നിട്ടില്ലേ? നോക്കിക്കേ, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സും പെർസെൻറ്റേജ് ഓഫ് ഗ്രെയിൻ സൈസ് ഫൈനർ ദാൻ 2 മൈക്രോൺ പാർട്ടിക്കിൾ. ഫൈനർ ദാൻ 2 മൈക്രോൺ പാർട്ടിക്കിൾ എന്ന് ഉദ്ദേശിക്കുന്ന ക്ലേ ഫ്രാക്ഷൻ ആണ്. സോ എന്താണ് വരുന്നത്? 25. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് 25 തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് ഓഫ് ക്ലേ ഫ്രാക്ഷൻ 15 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 25/15 ആണ് വരുന്നത്. സിമ്പിൾ ആയിട്ട് ചെയ്തൂടെ? അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. 1.67 എന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ ആൻസർ 1.67 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് മനസ്സിലാക്കി എടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. കാരണം ഇക്വേഷൻ മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയാവും. ശ്രദ്ധിക്കുക, ആക്ടിവിറ്റി റേഷ്യോ എന്താണ് പറയുന്നത്? ഇറ്റ്സ് ദ റേഷ്യോ ബിറ്റ്വീൻ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ടു പെർസെൻറ്റേജ് ക്ലേ ഫ്രാക്ഷൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The natural void ratio of a sand sample is 0.6 and its density index is 0.8. If its void ratio in the loosest state is 0.9, then the void ratio in the densest state will be. ഇതും പ്രോബ്ലം ആണ്. ഒന്ന് ചെയ്ത് നോക്കിക്കേ, പെട്ടെന്ന് ചെയ്ത് നോക്കി. സിമ്പിൾ ആണ്. കാരണം ഇതിൽ തന്നിരിക്കുന്നത് ഡെൻസിറ്റി ഇൻഡെക്സ് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു പ്രോബ്ലം ആണ്. ആ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ നമുക്ക് ഇതിൽ കിട്ടും. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡെൻസസ്റ്റ് സ്റ്റേറ്റിലുള്ള വോയിഡ് റേഷ്യോ ആണ്. അപ്പോൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം ലൂസസ്റ്റ് സ്റ്റേറ്റിൽ എങ്ങനെ എടുക്കും, ഡെൻസസ്റ്റ് സ്റ്റേറ്റിൽ എങ്ങനെ എടുക്കും, ഇതാണ് നമ്മളിതിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇക്വേഷൻ എഴുതാം. എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്? ഡെൻസിറ്റി ഇൻഡെക്സ് ഐഡി ആണ് പറയുന്നത്. അതിൽ തന്നെ ഇക്വേഷൻ വരുന്നത് ഇ മാക്സ് മൈനസ് ഇ ബൈ ഇ മാക്സ് മൈനസ് ഇ മിനിമം ഇൻറ്റു 100. ഇനി ഇതിൽ അറിയേണ്ട ഒരു കാര്യം, ലൂസസ്റ്റ് സ്റ്റേറ്റിൽ മാക്സിമം ആണോ മിനിമം ആണോ, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ലൂസ് ആണ് സോയിൽ എങ്കിൽ, ലൂസസ്റ്റ് സ്റ്റേറ്റിലുള്ള സോയിൽ ആണെങ്കിൽ നമുക്കിവിടെ വരുന്നത് ഈ മാക്സിമം ആണ്. ഓക്കെ, ഈ മാക്സിമം ആണ്. നിങ്ങൾ വേറെ ഒന്നുമില്ല, നമ്മൾ അത്യാവശ്യം ഈ ലൂസ്ഡ് ആയിട്ടുള്ള ഇതിൽ വോയിഡ്സ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അവിടെ എന്ത് പറയുന്നത്, വോയിഡ് റേഷ്യോ കൂടുതലാണെന്ന് പറയുന്നത്. ഇനി ഡെൻസ് ആണെന്ന് വിചാരിക്കാം, ഡെൻസ് സോയിൽ വരുമ്പം ഇ എന്ന് പറയുന്നത് മിനിമം ആണ്. ഇനി നമുക്ക് ആ തന്നിരിക്കുന്ന വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ നോക്കിക്കേ, ഇ മാക്സ് ലൂസ് സോയിൽ എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് തന്നിരിക്കുന്നതെല്ലാം ഒന്ന് എഴുതിയിട്ടോളെ. നാച്ചുറൽ വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് നോർമൽ ഇ വോയിഡ് റേഷ്യോ ആണ് 0.6 പറഞ്ഞേക്കുന്നത്. ആൻഡ് ദിസ് ഡെൻസിറ്റി ഇൻഡെക്സ് 0.8 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡെൻസിറ്റി ഇൻഡെക്സിന്റെ വാല്യൂ അവര് 0.8 എന്ന് തന്നിട്ടുണ്ട്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇഫ് ഇറ്റ്സ് വോയിഡ് റേഷ്യോ ഓഫ് ദ ലൂസസ്റ്റ് സ്റ്റേറ്റ് ഈസ് 0.9 ആണ്. ലൂസസ്റ്റ് സ്റ്റേറ്റ് ഈ മാക്സ് ആണ് അവർ തന്നിരിക്കുന്ന 0.9. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ മിനിമം. ഓക്കെ, ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 0.4 ആണ് നമുക്ക് വരുന്ന ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സിമ്പിൾ ആണ്.
A well-graded soil has a coefficient of curvature between. ഇതിൽ കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ മാത്രം നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതിയാവും. ഏതാണ്? വെൽ ഗ്രേഡഡ് സോയിൽ ആണ് പറഞ്ഞിരിക്കുന്നത്. വെൽ ഗ്രേഡഡ് സോയിലിന്റെ കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ. കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? D60/D10 ആണ് കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. വെൽ ഗ്രേഡഡ് ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1 to 3 ആണ് വരുന്നത്. 1 to 3 ആണ് വെൽ ഗ്രേഡഡ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് യൂണിഫോംലി ഗ്രേഡഡ് ആണെങ്കിലോ എന്തായിരിക്കും ആൻസർ വരുന്നത്? യൂണിഫോംലി ആണെങ്കിൽ ഇറ്റ്സ് നിയർലി ഈക്വൽ ടു 1 ആണ്. അപ്പോൾ യൂണിഫോംലി ചോദിച്ചാൽ ഇറ്റ്സ് നിയർലി ഈക്വൽ ടു 1 അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് 1 to 3 ആണ് വരുന്നത് വെൽ ഗ്രേഡഡിന്റെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. The ratio of the undisturbed shear strength to remolded shear strength in cohesive soil under undrained condition is. അപ്പോൾ ഇത് എന്തിൻ്റെതാണ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നോക്കിക്കേ, 0, 1, between 0 and 1 greater than 1. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ശ്രദ്ധിക്കുക. അൺഡിസ്റ്റർബ്ഡ് ഷിയർ സ്ട്രെങ്ത് ടു ദ റീമൗൾഡഡ് ഷിയർ സ്ട്രെങ്ത്. അൺമൗൾഡഡ് ആയതിന്റെ ഷിയർ സ്ട്രെങ്ത് ബൈ റീമൗൾഡഡിന്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അത് മീൻ ചെയ്യുന്നത്? സെൻസിറ്റിവിറ്റി അല്ലേ? ഓക്കെ, സെൻസിറ്റിവിറ്റി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സെൻസിറ്റിവിറ്റി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് ഫേസസ് ഇൻ സോയിൽ മാസ്. നമ്മുടെ സോയിൽ മാസിന് എത്ര നമ്പർ ഓഫ് ഫേസസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. എത്രയാണ്? 3. 3 ഫേസസ് അല്ലേ ഉള്ളത്. നമ്മൾ 2 ഫേസും പഠിക്കുന്നുണ്ട്, 3 ഫേസും പഠിക്കുന്നുണ്ട്. നമ്മുടെ സോയിലിനുള്ളത് 3 ആണ്. ഇനി ഫ്രോസൺ സോയിൽ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് 4 ഫേസ് ആണ് ഉള്ളത്. ഫ്രോസൺ സോയിലിന് 4 ഫേസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Which of the following is a measure of particle size range? പാർട്ടിക്കിൾ സൈസിന്റെ റേഞ്ച് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ഈ താഴെ പറയുന്നതിൽ ഏതാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. എഫക്റ്റീവ് സൈസ് ആണോ, യൂണിഫോംലി കോഎഫിഷ്യന്റ് ആണോ, കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ്? ഒന്ന് പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. 14B ആണ് വരുന്നത് ആൻസർ. 14 ഏതാണ് വരുന്നത്? ബി, യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ്. Next question. The ratio of liquid limit minus water content by plasticity index of a soil mass is called. Liquidity index ആണോ, shrinkage ratio, consistency index, toughness index. ഡയറക്റ്റ് ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, കൺസിസ്റ്റൻസി ഇൻഡെക്സ് ആണ്. കൺസിസ്റ്റൻസി ഇൻഡെക്സിലാണ് എന്ത് പറയുന്നത്? ലിക്വിഡ് ലിമിറ്റ് മൈനസ് വാട്ടർ കണ്ടന്റ് ബൈ പ്ലാസ്റ്റിക് ഇൻഡെക്സ് എന്ന് പറയുന്ന ഇക്വേഷൻസ് വരുന്നത്. അതിൽ നിങ്ങൾ നോക്കേണ്ടത് ഫ്ലോ ഇൻഡെക്സിന് ഒരു ഇക്വേഷൻ ഉണ്ട്, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിന് ഇക്വേഷൻ. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത നോക്കാം. The uniformity coefficient of the soil is given by. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ D60/D10 ആണ് വരുന്നത്. യൂണിഫോമിറ്റി നമ്മൾ നേരത്തെ കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ ആയിരുന്നേ. കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ D30²/D60 × D10 ആണ്. അവിടെ പറഞ്ഞതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ D30²/D60 × D10 ആണ്. യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് D60/D10 ആണ്. നേരത്തെ ക്വസ്റ്റ്യൻ കോഎഫിഷ്യന്റ് ആയിരുന്നു. വാല്യൂസ് എല്ലാം കറക്റ്റ് തന്നെയാണ്. ഈ ഒരു ഇക്വേഷൻ എഴുതുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ D30²/D60 × D10. യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് ആണെങ്കിൽ D60/D10 ആണ് വരുന്നത്. Okay, next question. The specific gravity of a soil is the ratio of unit weight of the soil solids to that of water at a temperature. Indian ആണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നോർമലി ചോദിച്ചാലും നമ്മൾ എന്ത് എഴുതിയാൽ മതി? ഓപ്ഷൻ സി 27°C എഴുതിയാൽ മതി. ബ്രിട്ടീഷ് ആണെങ്കിൽ അത് 4°C വരുന്നത്. 18th question. The void ratio of the soil is defined as the ratio of. void ratioയുടെ ഡയറക്റ്റ് ആ ഒരു എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണ് void ratio? ഓയിൽ റേഷ്യോ ഓൾറെഡി നമ്മൾ ആ പ്രോബ്ലം ചെയ്ത സമയത്തും പറഞ്ഞായിരുന്നു. എന്താണ് ഓയിൽ റേഷ്യോ? ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സോളിഡ്സ് ആണ് ഓയിൽ റേഷ്യോ. ഇതിൽ ഏതാണ് അപ്പം സിമിലർ ആയിട്ട് വരുന്ന? ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 19th. For a given soil mass, the void ratio is 0.60, water content is 18%, and the specific gravity of the soil particles is 2.6. The degree of saturation of the soil is. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ റിലേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചെയ്ത് നോക്കിക്കേ.
ഇതിൽ തന്നിരിക്കുന്ന നോക്കിയാൽ വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്. വോയിഡ് റേഷ്യോ എത്രയാണ്? 0.60. വാട്ടർ കണ്ടന്റ് 18% ചെയ്യുമ്പോൾ പെർസെൻറ്റേജിൽ ഇട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഇപ്പം പെർസെൻറ്റേജ് ആദ്യം നിങ്ങൾ ഇട്ടില്ലെങ്കിലും പിന്നെ 100 കൊണ്ട് ചെയ്ത് സെറ്റ് ചെയ്താൽ മതിയാവും. സ്പെസിഫിക് ഗ്രാവിറ്റി 2.6 നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. അപ്പോൾ ES = WG എന്നുള്ള ഇക്വേഷനിൽ ചെയ്താൽ മതിയാവും. ഒന്ന് കണ്ടുപിടിച്ചേ എത്രയാ വരുന്നതെന്ന്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. 18 × 2.6 / 0.60. സോ ആൻസർ വരുന്നത് 78% ആണ്. സി ആണ് വരുന്നത്. ഓക്കെ, 19th ക്വസ്റ്റ്യൻ സി ആണ് വരുന്നത്, 78%. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. The ratio of the difference between void ratio in its loosest stand and its natural void ratio to the difference between the void ratio in the loosest and the dense state is called. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രോബ്ലം ചെയ്തതേ ഉള്ളൂ ഇതിന്റെ. അതിൽ തന്നെ കറക്റ്റ് ആയിട്ട് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഏതാണ് നമുക്ക് കൺഫ്യൂഷൻ തോന്നാം? ഡെൻസിറ്റി ഇൻഡെക്സ് ആണ്, റിലേറ്റീവ് ഡെൻസിറ്റി ആണ്, ഡെൻസിറ്റി ഡിഗ്രി ഓഫ് ഡെൻസിറ്റി ആണ്, എനി വൺ ഓഫ് ദീസ്. ഏതാണ്? എല്ലാം ഒന്ന് തന്നെയാണ്. റിലേറ്റീവ് ഡെൻസിറ്റി പറയുന്ന വേറെ പേരാണ് ഡെൻസിറ്റി ഇൻഡെക്സ്, ഡിഗ്രി ഓഫ് ഡെൻസിറ്റി. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, എനി വൺ ഓഫ് ദീസ്. ഇതിൽ നേരത്തെ പറഞ്ഞതിൽ കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞ ആ ഒരു പോർഷൻ, ആ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് പറഞ്ഞ ആ ഫ്ലോയിൽ അങ്ങ് പോയതാണ്. നമ്മുടെ 11th ക്വസ്റ്റ്യൻ കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ ആണ്. ആൻസർ വരുന്നത് 1 to 3 ആണ്. അതിന്റെ യൂണിഫോമിറ്റി വന്നാൽ നിയർലി ഈക്വൽ ടു 1 ആണ് വരുന്നത്. പക്ഷെ നമ്മൾ എഴുതിയ സമയത്ത് പറഞ്ഞായിരുന്നു കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് D30² / D60 × D10 ആണ് കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ. യൂണിഫോമിറ്റി ആണ് എന്ത് വരുന്നത്? D60 / D10 വരുന്നത്. ഇനി എഫക്റ്റീവ് സൈസ് ആണ് ചോദിക്കുന്നതെങ്കിൽ D10 ആണ്. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്തേക്കുക. ജസ്റ്റ് പറഞ്ഞ സമയത്ത് മാറിയാവുന്നേ. ആൻസേഴ്സ് എല്ലാം കറക്റ്റ് തന്നെയാണ്. അപ്പം ക്വസ്റ്റ്യൻസ് എല്ലാം ആദ്യത്തെ കുറച്ച് ഒരു 3-4 ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് ആണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തത്. അടുത്ത സെക്ഷനിൽ നമുക്ക് അടുത്ത കുറച്ച് ചാപ്റ്റേഴ്സ് നോക്കാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക.